Okay, fine. Jujutsu Kaisen സീസൺ നമ്പർ 3 എപ്പിസോഡ് നമ്പർ 11. എപ്പിസോഡ് നമ്പർ 10 അവസാനിച്ചത് അറിയാലോ. അവസാനം നമ്മുടെ മെഗുമി ഡൊമൈൻ എക്സ്പാൻഷൻ അങ്ങനെ തുറക്കുമ്പോഴാണ്, അതായത് എല്ലാം തീർന്നെന്ന് അവസാനം വെച്ചിരിക്കുമ്പോഴാണ് ആശാൻ ട്രംപ് കാർഡ് രൂപേണ ഡൊമൈൻ എക്സ്പാൻഷൻ എടുക്കുന്നത്. അവിടുന്ന് തന്നെയാണ് എപ്പിസോഡ് നമ്പർ 11ൻ്റെ ആരംഭവും. നമ്മുടെ മെഗുമി ഡൊമൈൻ എക്സ്പാൻഷൻ തുറന്നപ്പം മറ്റവൻ, അതായത് മിസ്റ്റർ റേജിയും അവൻ്റെ ഡൊമൈൻ എക്സ്പാൻഷൻ തുറന്നു. ഹോളോ വീക്ക് ബാസ്ക്കറ്റ്. സോ റെജിയുടെ ആ ഒരു ഡൊമൈൻ എക്സ്പാൻഷനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു നറേഷനാണ് പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതായത് ഇതെന്ന് പറയുന്ന ഒരു പ്രോട്ടോടൈപ്പാണ്, ന്യൂ ഷാഡോ സ്റ്റൈൽസിൻ്റെ സിമ്പിൾ ഡൊമൈൻ ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോടൈപ്പ്. അതായത് സാധാരണ ഒരു ഡൊമൈൻ എക്സ്പാൻഷനെ ഇത് ന്യൂട്രലൈസ് ചെയ്യും, അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാന്നൊക്കെ പറയല്ലേ. പക്ഷേ എന്നിട്ടും നമ്മുടെ മിസ്റ്റർ റേജിനെ മെഗുമി അടിച്ചിടുന്നു. എന്തുകൊണ്ട്? കാരണം മെഗുമിയുടെ ഡൊമൈൻസ് ഇപ്പോഴും ഇൻകംപ്ലീറ്റ് ആണ്. അല്ലെങ്കിൽ ഇവൻ ആദ്യം പ്ലാൻ ചെയ്തത് ആ ജിമ്മിനെ അവൻ്റെ ഡൊമൈൻ സ്പേസ് ആക്കിയിട്ട് അറ്റാക്ക് ചെയ്യാനായിരുന്നല്ലോ. ഇതുവഴി അവൻ ഉദ്ദേശിച്ചത് കംപ്ലീറ്റ്ലി ഈ ഒരു ഡൊമൈൻ്റെ അകത്തേക്ക് ഇവൻ്റെ ആ ഒരു ഡൊമൈൻ എക്സ്പാൻഷൻ ഇംപ്യൂർഡ് ആകത്തില്ല. അതായത് ഷുവർ ഹിറ്റ് ടെക്നിക്ക് കംപ്ലീറ്റ്ലി ഇംപ്യൂർഡ് അല്ല. അതുകൊണ്ട് തന്നെ മിസ്റ്റർ റെജിയുടെ ആ ഒരു ബാസ്ക്കറ്റ് ടെക്നിക്ക് വർക്ക് ആകത്തില്ല, ന്യൂട്രലൈസ് ആകത്തില്ല, നളിഫൈ ആകത്തില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ മെഗുമി യൂസ് ചെയ്തത് ആ ഷാഡോ ഗാർഡൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഉണ്ടല്ലോ, ഇത് സത്യം പറഞ്ഞാൽ മെഗുമിയുടെ 10 ഷാഡോ ടെക്നിക്കിനെ എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ 120% ഓഫ് പൊട്ടൻഷ്യൽ അവിടെ നിന്ന് ഡ്രോ ഔട്ട് ചെയ്തു. സോ നമ്മുടെ മെഗുമി ചാറ പറ ഇവനെ എടുത്തിട്ട് അലക്കുമ്പോൾ റെജിക്കും കാര്യം മനസ്സിലാകുന്നുണ്ട്, ഇവൻ്റെ ആ ഷുവർ ഹിറ്റ് ടെക്നിക്ക് കംപ്ലീറ്റ്ലി ആ ബാരിയർ ഇംപ്യൂർഡ് ആയിട്ടില്ല. കോപ്പ്. അതായത് ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ മിസ്റ്റർ റെജിക്ക് മനസ്സിലായി ഈ ഡൊമൈനിലൊന്നും അവന് ചെയ്യാൻ പറ്റില്ല, അവൻ അതിൻ്റെ അപ്പുറം അവൻ ചിന്തിച്ചു. സോ ഇപ്പം ഞാൻ എന്ത് ചെയ്യും? ഇതെല്ലാം നറേഷനിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓൺ സ്ക്രീനിൽ നമ്മുടെ മെഗുമി എടുത്ത് പഞ്ഞി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് മിസ്റ്റർ റെജിനെ. ബട്ട് നമുക്കറിയാം ഓൾറെഡി ഒരു ഹെവി ഫൈറ്റ് കഴിഞ്ഞിട്ടാണ് മെഗുമി ഇപ്പോൾ ഈ ഫൈറ്റിന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അവൻ്റെ ആ ഒരു പൊട്ടൻഷ്യലും കുറഞ്ഞു തന്നെ ഇരിക്കുകയാണ്. ഇത് മുതലെടുത്തുകൊണ്ട് മിസ്റ്റർ റെജി ആ ഒരു രീതിയിലുള്ള ഒരു ട്രാപ്പിൽ ഇവനെ ആക്കുകയാണ്. അതായത് അടികൊള്ളുന്ന ടൈമിൽ ഇയാൾ ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവൻ്റെ തന്നെ, അതായത് മെഗുമിയുടെ തന്നെ ഡൊമൈൻ അവന് തന്നെയുള്ളൊരു കെണി പോലെ ആക്കിയെടുത്തു. അതായത് ഈ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ക്ലോണിന് ഒരിക്കലും ഇത്രയും വെയിറ്റ് താങ്ങുവാൻ സാധിക്കില്ല. ഒരു വൾണറബിൾ സിറ്റുവേഷനിൽ മെഗുവിനെ എത്തിക്കുകയാണ്. ഫൈറ്റ് ചെയ്യാനും വയ്യ, വെയിറ്റ് താങ്ങാനും പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയിൽ സ്വന്തം ഡൊമൈനിൽ നിന്ന് എടുത്തെറിയുന്ന കുറേ ടൂൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇത് ഓവർ വെയിറ്റ് ആയിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത്ര ആലോചിച്ചാൽ മതി. ഇവനാണെങ്കിൽ, അതായത് നമ്മുടെ റെജി ആണെങ്കിൽ അവൻ്റെ ദേഹത്തിൽ നിന്നുള്ള ബില്ലെടുത്തിട്ട് വീണ്ടും വെയിറ്റ് കൂട്ടുവാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കാണ് മെഗുമി വേറൊരു ട്രംപ് കാർഡ് എടുക്കുന്നത്, ഒരു തുറുപ്പ് ചീട്ട്. എടാ മണ്ട, ഒരു ഡൊമൈൻ ഇൻകംപ്ലീറ്റ് ആണെങ്കിലും അതൊരു ഡൊമൈൻ തന്നെയാണെന്ന് പറഞ്ഞ് നമ്മുടെ മുകളിലും ഒരു ഷാഡോ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ആനിമൽ പറയുകയാണെങ്കിൽ നമ്മുടെ എലിഫൻറ്റിനെ അവൻ്റെ തലയിലേക്ക് ഇടുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇപ്പം നോക്കാം ആർക്കാണ് വെയിറ്റ് താങ്ങാനാവാതെ ആദ്യം ക്രാഷ് ഔട്ട് ചെയ്ത് മരിക്കുന്നതെന്ന്. ഇവിടെ വെച്ചാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടർന്ന് സീൻ കട്ട് ചെയ്ത എപ്പിസോഡ് തുടങ്ങുന്നത് ഒരു നറേഷനിലൂടെയാണ്. അതായത് ഒരു ശരാശരി മനുഷ്യന് അവൻ്റെ ബോധം നഷ്ടപ്പെടണമെങ്കിൽ കുറച്ച് ടൺ എടുത്തു പറയുകയാണെങ്കിൽ ഇന്ന ഇത്ര കിലോയൊക്കെ ഉണ്ടെങ്കിൽ അയാളുടെ ബോധം നഷ്ടപ്പെടും. ഇവിടെയാണെങ്കിൽ ഫുഷിഗിറോ 60 കിലോഗ്രാം വെയിറ്റ് ഉണ്ട്. സോ ഇപ്പോൾ ഫുഷിഗിറോയുടെ ബോധം പോയി അവൻ മരിക്കണമെങ്കിൽ അവൻ നേരെ നിന്നിരുന്നെങ്കിൽ ഓക്കെ. പക്ഷേ ഇവനിപ്പം കുറച്ചൊക്കെ ബെൻഡ് ചെയ്ത് അങ്ങനെ നിൽക്കുന്നത്, അതായത് എൻ്റെ ബോഡിയുടെ വെയിറ്റ് ഇപ്പം കൂട്ടിക്കൊണ്ടിരിക്കുന്നത്, അവൻ കുറച്ചുകൂടെ അങ്ങ് സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടും. നേരെ മറിച്ച് നമ്മുടെ റെജിയുടെ കാര്യമോ ഒരു അഡൾട്ട് ആഫ്രിക്കൻ എലിഫൻ്റാണ് തലയിൽ വാങ്ങിയിരിക്കുന്നത്, 6 ടണ്ണൊക്കെ വരും. സോ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ കാലിൻ്റെ ഈ ഒരു ഭാഗത്ത് ഉപ്പുച്ചിക ഭാഗം ഏതായാലും ഒടിഞ്ഞിട്ടുണ്ട് ആരുടെ റെജിയുടെ. സോ ഈക്വലി അവരാണെന്ന് പറഞ്ഞാൽ പോലും ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന റെജിയാണ്. ഈ ടൈമിലെല്ലാം മിസ്റ്റർ റെജിയുടെ വായിക്കകത്തൂടെ മനസ്സിൻ്റെ അകത്തൂടെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇങ്ങനെ മൈൻഡിൽ കൂടെ ഓടുകയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇല്ല, എൻ്റെ ട്രംപ് കാർഡുണ്ട്, പേടിക്കേണ്ട. ഷാഡോസിലേക്ക് മറിഞ്ഞാലോ? വേണ്ട. എന്താ? വെയിറ്റ് കൂടുകയാണല്ലോ. വേണ്ട, ഒരിടത്തും പോകണ്ട, ഷാഡോയിലൊന്നും പോകാതെ ഈ ഒരു സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് തന്നെ എൻ്റെ തുറപ്പ് ചീട്ട് ഞാൻ ഉപയോഗിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് റെജി അങ്ങനെ ഒരു ബില്ലെടുക്കുകയാണ്. അതിനെ തുടർന്ന് കോൺട്രാക്ച്വൽ റീക്രിയേഷൻ അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ആണെങ്കിൽ ഒരു പ്ലക്ക് എന്ന് പറയുന്നൊരു സൗണ്ട്, കംപ്ലീറ്റ് സൈലൻസ്. നമ്മുടെ റെജി കോൺഷ്യസ്നെസ് ഇല്ലാതെ ആ ഷാഡോയിലേക്ക് മുഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മെഗുമി ആണെങ്കിൽ വെയിറ്റ് ചെയ്യുക, അവൻ മരിക്കുമ്പോഴേക്കും ഞാൻ എൻ്റെ ഡൊമൈൻ ക്യാൻസൽ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുകയും ചെയ്യുകയാണ്. ഇപ്പോഴാണ് റെജി ആ ഒരു കാറിൻ്റെ മണ്ടയിൽ കയറി അങ്ങ് വരികയാണ്. എന്നിട്ട് അവൻ അതിനെതിരെ ഒരു എക്സ്പ്ലനേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാൻ സമ്മതിച്ചു നീ സ്ട്രോങ്ങാണ്, പക്ഷെ ഞാനാണ് സ്ട്രോങ്ങർ. എന്നിട്ട് വീണ്ടും അദ്ദേഹം കോൺട്രാക്ച്വൽ റീക്രിയേഷൻ ഉപയോഗിക്കുകയാണ്.
എന്നിട്ടൊരു 2 നിലയുള്ള ഒരു വീടാണ് ഇപ്പോൾ തലയിലോട്ട് ഇടാൻ നോക്കുന്നത്. അതായത് ആനയ്ക്ക് 6 ടണ്ണായിരുന്നെങ്കിൽ ഇതൊരു 30 ടണ്ണെങ്കിലും വരും. അത് മെഗുമിയുടെ തല വീഴാറായപ്പോഴേക്ക് സീൻ കട്ട് ചെയ്യുന്നു. പെട്ടെന്ന് റെജി കണ്ണു തുറക്കുന്നു. എവിടെയാണെന്നറിയുന്നില്ല, അവൻ വെള്ളത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഡ്രൗൺ ചെയ്യുകയാണ്. അപ്പോൾ റെജി മെഗുമിയുടെ പ്ലാൻ മനസ്സിലാക്കുന്നു. ഷിറ്റ്, ഞാൻ ഇത്തവണ ശരിക്കും നോക്കണം, അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മരിച്ചു പോകുന്നു. ഇത് ഷാഡോ പോലെയല്ല, കോൺട്രാക്ച്വൽ റീക്രിയേഷൻ ഞാൻ ക്യാൻസൽ ചെയ്തേ പറ്റുള്ളൂ. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കാര്യം മനസ്സിലായത്. ഈ മണ്ടൻ എന്തിനാണ് ജിംനേഷ്യം തുടങ്ങുന്നത് എനിക്ക് മനസ്സിലായി. ഇതെല്ലാം റെജിയുടെ മൈൻഡ് വോയിസ് ആട്ടോ. ഇതിൻ്റെ മണ്ടയിൽ സ്വിമ്മിംഗ് പൂള്, താഴെ ബേസ്മെൻറ്റ്, അവൻ ശരിക്കും പ്ലാൻ ചെയ്തിട്ട് തന്നെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അപ്പോഴേക്കും നമ്മുടെ മെഗുമി അവിടെ വന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നിൻ്റെ റെസിപ്റ്റ് ഉപയോഗിച്ചിട്ട് കാര്യമില്ലല്ലോ, എല്ലാം നനഞ്ഞു പോയില്ലേ. അതിനെ തുടർന്ന് റെജി ചോദിക്കുന്നുണ്ട്, ഏതായാലും നിനക്ക് നിൻ്റെ ഷിക്കിഗാമിനെ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഏതെങ്കിലും മൃഗങ്ങളെയാണ് നീ എൻ്റെ പുറകെ വിടാൻ പോകുന്നത്, എന്താണെങ്കിലും ചെയ്തോ, ആ ക്ഷണം തന്നെ ഞാൻ നിന്നെ കൊല്ലുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മെഗുമിയും റെജിയും കൂടെ പൂളിൻ്റെ ഇരുവശത്തേക്കൂടെ നടന്നിട്ട് അവർ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റിൽ നടക്കുമ്പോൾ പെട്ടെന്നൊരു സാധനം അങ്ങ് പോകുന്നു. ചുമ്മാ അങ്ങ് പോവുകയല്ല, നമ്മുടെ റെജിയുടെ ദേഹം കീറിക്കൊണ്ട്. എന്നിട്ടപ്പം നമ്മുടെ മെഗുമി പറയുന്നൊരു ഡയലോഗുണ്ട്, ഡിവൈൻ ഡോഗ് എന്ന് പറയുന്ന അത്ര വീക്കായിട്ടുള്ള ഒരാളല്ലെന്ന്. മെഗുമി ആ ഒരു രീതിയിൽ കോൾഡ് സ്റ്റെയറിങ് അങ്ങ് ചെയ്യുകയാണ്. റെജു ഇതാണ്ട് നടുവ് പിളർന്ന് കിടക്കുന്നു. ഇതിനെ തുടർന്ന് നമ്മുടെ റെജിയുടെ മൈൻഡ് വോയിസ് ആണ് കേൾപ്പിക്കുന്നത്, നിൻ്റെ പ്ലാൻ എല്ലാം കൊള്ളായിരുന്നു, നീ എന്നെ ഔട്ട്സ്മാർട്ട് ചെയ്തു, സമ്മതിക്കുന്നു, മോഡേൺ സോഴ്സറസിനെ പോലും തോൽപ്പിച്ചു, ആ രീതിയിലുള്ളതാണ് നിൻ്റെ സാധനങ്ങൾ, എല്ലാം അടിപൊളി. തുടർന്ന് മെഗുമി നമ്മുടെ റെജിയോട് ചോദിക്കുന്നുണ്ട്, മരിക്കാൻ കിടക്കുന്നത് നീയും ടെങ്കനും തമ്മിൽ എന്താ ബന്ധം. അതിനെ തുടർന്ന് മെഗുമിയുടെ ആ ഒരു മൈൻഡ് വോയിസ് ആണ്, റെജി സത്യം പറഞ്ഞാൽ ടെൻഗൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നല്ലോ, കള്ളിങ് ഗെയിം പർപ്പസ്, അതിനെ ഒരു ബ്ലഫ് രീതിയിലാണല്ലോ കാണുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കെഞ്ചാക്കും ടെങ്കനും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് നമ്മളെ ഒരു ഫേക്ക് ഒബ്ജക്റ്റിന് വേണ്ടി അയക്കുകയാണോ? എന്നതാണേലും മരിക്കാൻ പോകുന്നതിന് തൊട്ടും മുമ്പ് മിസ്റ്റർ റെജി ഒരു നല്ല ഒരുത്തനാട്ടോ. അവൻ മെഗുമിക്ക് എല്ലാ പവേഴ്സും പോയിൻസും ഹാൻഡ് ഓവർ ചെയ്യാൻ കൊഗാനയോട് പറയുകയാണ്. അങ്ങനെ റെജിയുടെ 41 പോയിൻറ്റ്സ് മെഗുമിക്ക് ട്രാൻസ്ഫർ ആയി. മെഗുമി ചോദിക്കുന്നുണ്ട്, നീ എന്തേ കാണിക്കുന്നത്? അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാനും കെഞ്ചാക്കും വലിയ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നുമല്ല, ഏതായാലും നിനക്ക് ഞാൻ പോയിന്റ് ട്രാൻസ്ഫർ ചെയ്തതോടെ ഇനിയിപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആവും. അതിനെ തുടർന്ന് മെഗുമി അവിടുന്ന് പോവുകയും ചെയ്യുന്നു. പിന്നീട് സീൻ കട്ട് ചെയ്യുന്നത് ഒരു ബിൽഡിംഗ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. ആ ടൈമിൽ ഓൾറെഡി നമ്മുടെ റെജിയുടെ സബോർഡിനേറ്റും പിന്നെ നമ്മുടെ പുതിയൊരു കൊമേഡിയനും വന്നിട്ടുണ്ടല്ലോ, അവന്മാർ തമ്മിൽ ഫൈറ്റ് ആയിരുന്നല്ലോ, ആ ഒരു സിനേറിയയിലേക്കാണ്. ഏതായാലും നമ്മുടെ മിസ്റ്റർ റെജിയുടെ സപ്പോർട്ടറായിട്ടുള്ള സബോർഡിനേറ്റിൻ്റെ കാര്യം മനസ്സിലാവുന്നുണ്ട്, ഇവനൊരു സാധാരണക്കാരനല്ല, ഇവനെ ഞാൻ എന്തേലും ഫൈറ്റ് ചെയ്താൽ ഇവനുണ്ട് വൂൺസൊക്കെ എവിടെ പോയി. ഏതായാലും ഇവന് ഇച്ചിരി പെശക് പിടിച്ച സാധനം തന്നെ, റിവേഴ്സ് കേസ് ടെക്നിക്കാണ് എന്നെപ്പോലെ തന്നെ ഇവന് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പോഴേക്ക് നമ്മുടെ കോഗനെ വന്നിട്ട് ഹസനോക്കി, അതായത് റെജിയുടെ ആ ഒരു സബോർഡിനേറ്റ് പറയുകയാണ് റെജി മരിച്ചു പോയെന്ന്. അപ്പോഴേക്ക് ആ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഹസനോക്കി അല്ലെങ്കിൽ റെജിയുടെ സബോർഡിനേറ്റ് അവിടെ നിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ നമ്മുടെ കൊമേഡിയൻ ആണെങ്കിൽ ഒരുമാതിരി സിമ്പുകളെ പോലെ പുറകെ നടന്നിട്ട് പോയിൻസിൻ്റെ കാര്യം എന്താ തന്നൂടെ എന്നൊക്കെ ചോദിച്ചിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരു നറേഷൻ വരുന്നുണ്ട്. ഈ ഒരു കൊമേഡിയൻ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ ഈ ഒരു ടെക്നിക്ക് സത്യം പറഞ്ഞാൽ ഗോജോയുടെ ടെക്നിക്കിനെ പോലെ റൈവൽ ചെയ്യും ഈ ഫണ്ണി ആയിട്ടുള്ള സാധനങ്ങൾ. ആക്ച്വലി ടാക്കാബ എന്ന് പറയുന്ന ഈ കൊമേഡിയനെ അവൻ്റെ ടെക്നിക്കിനെ പറ്റി ഒന്നും അറിയത്തില്ലെന്ന് വേണം പറയാൻ. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ആദ്യം മെഗുമീനെ പ്രൊട്ടക്റ്റ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞ റെജിയുടെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണ് ഏറ്റവും അവസാനം റെജി തന്നെ അവളെ കൊല്ലാൻ നോക്കിയപ്പോൾ മെഗുമി രക്ഷിക്കുന്ന ആ ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, അവളുടെ ഒരു സീൻ, ലൈഫ് ഇങ്ങനെയൊന്നും അല്ല, വിശ്വസിക്കുന്ന ആരും പറ്റത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അവളോട് തന്നെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ പറയുന്നു, ഞാൻ എന്തിനും പേടിക്കണം, ഞാൻ ക്യൂട്ടല്ലേ, എന്നാണേലും ഇനിയിപ്പോൾ ശ്രദ്ധിക്കുകയാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ, പണ്ട് പറഞ്ഞു തന്ന പോലെ ഒന്നുമല്ല, ചിലപ്പോൾ വോൾസും നമ്മളെ രക്ഷിക്കും, മനുഷ്യന്മാരെ കൊല്ലും, എനിക്ക് അറിയത്തില്ല എന്നാന്നൊക്കെ. ഇങ്ങനെ ഒരുമാതിരി മെൻ്റൽ ഡിലൂഷൻ പോലെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ. അപ്പോൾ നമ്മുടെ മെഗുമി അതിലെ വരുന്നതും മെഗുമിയുടെ ആ ഒരു ഫോക്സ് ഇവിടെ ചേസ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. ഫോക്സ് ഫ്രണ്ടിലും മെഗുമി ഇങ്ങനെ പുറകിലുമായിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്ക് മെഗുമിയോട് അവൾ പറയുന്നുണ്ട് ദാറ്റ്സ് നോട്ട് ഓക്കെ എന്ന്. അപ്പോൾ തന്നെ ആ ഒരു ഷാഡോ ടെക്നിക്ക് അവിടെ വിട്ടിട്ട് മെഗുമി അവിടുന്ന് പോകുന്നു. അവളാണെങ്കിൽ ഒന്നാമതെ അന്തം വിട്ട് നോക്കുന്നു. അപ്പോഴേക്ക് അവൻ പറയുന്നു ഷട്ടപ്പ് എന്ന്. ഒന്നാമത് മെഗുമി തളർന്ന് അവിടെ വീഴുകയാണ്. മിണ്ടാരിയടി ഡാം സിസ് എന്നാണ് മെഗുമി പറയുന്നത്. തളർന്ന് വീണ് കിടക്കുന്ന മെഗുമിയുടെ മുകളിലേക്ക് കുറച്ച് ഫെദേഴ്സ് തൂവലൊക്കെ വീഴുകയാണ്. നോക്കുമ്പോൾ ഒരു ഏഞ്ചൽ പോലത്തെ ഒരാളിങ്ങനെ പറന്ന് അവൻ്റെ നേരെ വരുന്നു. അതിനെ തുടർന്ന് സീൻ കട്ട് ചെയ്യുന്നു. ഒരു നറേഷൻ, അതായത് സെൻട്രൽ കോളനിയിലെ ഫൈറ്റ് വിചാരിച്ചേക്കാളും പെട്ടെന്ന് തീർന്നു. അതിനെ തുടർന്ന് ധ്രുവ് എന്ന് പറയുന്ന ഒരാളും, അതായത് 91 പോയിന്റ്സ് ഉണ്ട് അദ്ദേഹം. ഇദ്ദേഹം ഒരാളുടെ സെക്കൻഡ് ഇൻകാർണേഷനാണ്. സിവിൽ വാറിൽ ഉണ്ടായിരുന്ന ഒരു എൽഡറുണ്ട് കൂടെ, പുള്ളിക്കാരനാണെങ്കിൽ അതിലും വലിയ കില്ലാടി. അതായത് 2 ഓട്ടോണമസ് ഷീക്കിഗാമയാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. അടുത്തത് റിയു ഇഷിഗോറി. കറൻ്റ്ലി 77 പോയിന്റ്സ് ഉണ്ട് അദ്ദേഹത്തിന്.
ഇദ്ദേഹം ഒരു കരോൺ ക്യാരക്ടർ തന്നെയാണ്. ഹയസ്റ്റ് കേഴ്സ്ഡ് എനർജി ഔട്ട്പുട്ടാണ് പ്ലേയേഴ്സിൻ്റെ എമൻസിൽ ഇദ്ദേഹത്തിനുള്ളത്. അടുത്തത് താക്കഗോ ഊറോ, 70 പോയിൻറ്റ്സ് ഉണ്ട്. ഫുജിവാര അസാസിനേഷൻ യൂണിറ്റ് എന്ന് പറയുന്ന ആ ഒരു അസാസിനേഷൻ യൂണിറ്റിൻ്റെ ഫോർമർ ക്യാപ്റ്റൻ ആയിരുന്നു. അവൾക്കാണെങ്കിൽ സ്കൈനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ടെക്നിക്കാണ്. അടുത്തത് കുറോറൂഷി, 54 പോയിൻറ്റ്സ് ഉണ്ട് കറൻ്റ്ലി. ഇതെന്ന് പറയുന്ന ഒരു പാറ്റയാണ്, അല്ലെങ്കിൽ ഒരു കോക്രോച്ച് കേഴ്സാണ് കെൻജാക്കു റിലീസ് ചെയ്തത് കേഴ്സ് മാനിപ്പുലേഷൻ കൺട്രോളിന് വേണ്ടി. ഇതൊരു സ്പെഷ്യൽ ഗ്രേഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഈ 4 പേരും ഒരു ഫോർവേഡ് ഡെഡ് ലോക്ക് പോലെയാണ് ഈക്വൽ സ്ട്രെങ്തിൽ ബിൽഡ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും അതിലെ ഒരു കോർണർ, അതായത് ആദ്യം പറഞ്ഞ കിളവൻ ഉണ്ടായിരുന്നല്ലോ, കിളവൻ തീർന്നു. കാരണം യൂട്ട ഒക്കോട്സു കറൻ്റ്ലി ഹാവിങ് 35 പോയിൻറ്റ്സ്. ഈ ഒരു നറേഷൻ കേൾക്കുമ്പോൾ ലിറ്ററലി ഗൂസ് ബംസ് ആണ്. അതായത് ഹി റീഗെയിൻഡ് ഹിസ് പ്ലേസ് ആ സ്പെഷ്യൽ ഗ്രേഡ്, സെക്കൻഡ് ഓൺലി ടു ദ വൺ ആൻഡ് ഓൺലി സാത്തോറോ ഗോജോ. എൻ്റെ എപ്പിസോഡിൽ മെഗുമിയുടെയും ട്രിജിയുടെയും ഫൈറ്റിനേക്കാളും ഗൂസ് ബംസ് വന്ന ഈ അവസാനത്തെ ഈ ഒരു ക്രെഡിറ്റ് സീനായിരുന്നു ഒക്കോട്സുവിൻ്റെ. മാൻ, റിയലി വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ് നമ്പർ 12. സോ അതുവരെ ടാറ്റ ബോയ്സ്, നെക്സ്റ്റ് വീഡിയോ, ടാറ്റ ഗൈസ്.